എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവീഷാണുള്ളത്. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഡോക്ടർ ലീല ജോർജ് ആൻറ്റിയുടെ വീട്ടിലാണ്. കാരണം ഇന്ന് മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അമ്മമാരാകാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന, അമ്മമാരിലേക്ക് എത്തിച്ചേരുന്ന അത് പ്രധാന ഘടകം ഒരു ഗൈനക്കോളജിസ്റ്റാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ ലീല ജോർജ് ആൻറ്റി. ഇപ്പോൾ നമ്മളിന്ന് മേഡത്തെ കാണുകയാണ്. മേഡത്തെയാണ് നമ്മൾ മദേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആദരിക്കുന്നത്. APC നമുക്ക് മേഡത്തെ കാണാം. ആദരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം എത്തുന്നതിന് പ്രധാന ഒരു വ്യക്തി കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ശ്രീമാൻ സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ചേട്ടൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് മേഡത്തിൽ കാണാം. നമസ്കാരം. കൊണ്ടൊക്കെ വല്ലപ്പോഴും അത് കാണാൻ കിട്ടുന്നു. സ്വന്തം ഡോക്ടറായിരുന്നു. എൻ്റെ മക്കളുടെ രണ്ടുപേരെയും ഡോക്ടറിൽ പിള്ളേർക്കും ഭാര്യയ്ക്കും വിശ്വാസമുണ്ട്. പിള്ളേർക്കും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇന്ന് മദേഴ്സ് ഡേ ആദരിക്കുന്ന വ്യക്തിത്വം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ലീല ജോർജ് ആൻറ്റിയാണ്. ഡോക്ടറെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ രവീഷ് പറയും. ഞാൻ ഒറ്റ വാക്കി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആദരണീയനായ രവീഷ് സതീഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രധാന വ്യക്തിത്വം ഡോക്ടറെ ആദരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോട്ടയത്തിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KP സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനെ വളരെ സ്നേഹത്തോടെ നമ്മൾ എന്തൊരു പരിപാടിക്കും, പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ എന്തൊരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ എത്തിച്ചേരുന്ന വ്യക്തിത്വമാണ്. സന്തോഷേട്ടനെ വളരെ സ്നേഹത്തോടെ ചെറിയ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ സക്കറിയ, അതേപോലെ തന്നെ പ്രൊഫസർ നീതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ രണ്ടുപേരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്ന മറ്റൊരു പ്രധാന വ്യക്തിത്വം നമ്മുടെ ഈ വാർഡിലെ ഡോക്ടറുടെ താമസിക്കുന്ന ഈ വാർഡിലെ കൗൺസിലറായ നമ്മുടെ മോൻ ജേക്കബ്, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് മുമ്പേ എത്തിയ വ്യക്തിത്വമാണ്. അതെ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മളോടൊപ്പം നമ്മുടെ രാജ സാറുണ്ട്. മറ്റെല്ലാവരെയും ഒറ്റവാക്കി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഡോക്ടറെ കുറിച്ചൊക്കെ ഒരു 2 വാക്ക് പറയാൻ രവീഷ്. നമുക്ക് ഇത് മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് ആദരിക്കേണ്ടത് എന്നൊരു ചർച്ച ഞങ്ങളുടെ ഇടയിലുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രൊഫഷൻസിൻ്റെ ഇടയിൽ സർവീസ് എന്ന മേഖല ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ, ടീച്ചേഴ്സുണ്ട്, ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സിற்கு നമ്മളെ സംബന്ധിച്ചിടത്തോളം മദേഴ്സ് ഡേ അവർ വളരെ കണക്റ്റഡാണ്. നമ്മുടെ ഒരു ജന്മം, ഒരു ഭൂമിയിലേക്ക് ഒരാൾ ജന്മം എടുത്ത് വരുമ്പോൾ ഈ അമ്മയുടെ കൈകളിലേക്ക്, ഡോക്ടറിനെ അമ്മ തന്നെ വിശേഷിപ്പിക്കുകയാണ്, അമ്മയുടെ കൈകളിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ നമ്മൾ ആദരിക്കുകയാണെങ്കിൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ ഡോക്ടേഴ്സ് തന്നെയാണ് ഈ പർട്ടിക്കുലർ ഡേയിൽ എന്നാണ് വിശ്വാസം. ഞാൻ തിരഞ്ഞെടുത്ത വ്യക്തികൾ ഞാൻ പറയാനും നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ശ്രദ്ധിക്കുകയാണ്. നമുക്ക് ഡോക്ടറിനെക്കുറിച്ച് ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. ജന്മം കൊണ്ട് മാത്രം ഡോക്ടർ കൊടുത്താൽ അല്ലാതായി ഇപ്പോൾ തിരിച്ചിവിടുത്തെ കർമ്മമേഖലയും പഠനമേഖലയും എല്ലാം ഇവിടെ തന്നെയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ കോട്ടയത്തിൻ്റെ ഗൈനക്കോളജിസ്റ്റായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ലീല മാഡത്തിനെ ആദരിക്കാൻ അവസരം കിട്ടിയത് ഭാഗ്യമായി തന്നെ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നമ്മളെല്ലാവരും കരുതുകയാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന ഞങ്ങളുടെ ചെയർമാനുള്ള ഹൃദയമായ നന്ദി അവസരത്തിൽ തന്നെ പറയുകയാണ്. ഒരു ചെറിയ ചടങ്ങാണ്. നമ്മുടെ ഡോക്ടറെ ആദരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ചെയർമാനെ, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KP സന്തോഷ് കുമാറിനെ ആദരവോടെ
ആ ഒരു സ്വാതന്ത്ര്യം വളരെ ബന്ധമതിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഞാൻ കാണുന്നത്. ബഹുമാന്യായും ആദരണീയമായ നമ്മളുടെ ഡോക്ടർ ലീല ജോർജ് മേഡം അടക്കം നമ്മുടെ ബഹുമാന്യായ ശ്രീ ഡോക്ടർ സക്കറിയ അടക്കം ഇതെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ശ്രീ ജേക്കബ് നമ്മുടെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള രണ്ടുപേരും അടക്കമുള്ള എല്ലാവരും പ്രിയപ്പെട്ടവർ. ഇവിടെ നമുക്കറിയാം, എനിക്കൊന്ന് മദേഴ്സ് ഡേയിലെ ഡോക്ടർക്ക് ഒരു ആദരവ് ആദ്യമേ സർവീസ് രംഗത്ത് എനിക്കൊന്ന് വേറെ പറയാം. ഞാൻ അതിന് പ്രത്യേകമായി പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കാൻ ഡോക്ടറെ തെരഞ്ഞ് വേറുള്ളവരിൽ നിന്ന് മാറ്റം ഉണ്ടാക്കിയാൽ ഡോക്ടറെ തന്നെ കണ്ടുപിടിക്കാൻ തയ്യാറായതിനുള്ള സന്തോഷം ഈ നഗരത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഇതൊരു പ്രധാന ഏരിയയാണ്. ആ ഏരിയയിലുള്ള ഞങ്ങളുടെ ഡോക്ടർ പ്രത്യേക ആശംസ നഗരസഭയുടെയും കൂടെ നേരിടുകയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഗൈനക്കോളജിസ്റ്റ് രംഗത്താണ്. ഞാൻ ഇവരോട് പറഞ്ഞൊരു കുട്ടി പ്രസവിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ആദ്യമേ എത്തുന്നത് നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറുടെ കൈകളിലേക്കാണ്. ഈ ഡോക്ടറുടെ കൈകളിലേക്ക് എത്തുന്ന ഒരാളെ വളരെ കെയറോടുകൂടി പിടിക്കുമ്പോഴാണ് സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് അവർ ഉയരുന്നത്. അങ്ങനെ എത്രയോ ആളുകളെ ഉയർത്താൻ ഡോക്ടർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു എന്നുള്ളത് വലിയ വിലമതിക്കുന്ന കാര്യമാണ്. അത് ഈ സമൂഹത്തിന് കിട്ടിയ നേട്ടമായി ഞങ്ങൾ കരുതുന്നു. നമുക്കറിയാം, ഒന്ന് വേണമെങ്കിൽ ഒരു കുട്ടിയെങ്കിലും വെളിയിലേക്ക് എടുക്കുമ്പോൾ ആ കയ്യൊന്ന് അമർത്തിപ്പിടിച്ച് ചിലപ്പോൾ കൈയുടെ തന്നെ അല്ലേ പ്രവർത്തനത്തെ പറയും. പക്ഷേ എന്ത് സുരക്ഷിതമായി നമുക്ക് ഒരു ദൈവിക ശക്തി പോലെ പെരുമാറാൻ ഡോക്ടർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ആ രംഗത്ത് നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. എന്തായാലും തൻ്റെ ഔദ്യോഗിക കർത്തവ്യമാണെങ്കിലും ഒരു സമൂഹത്തിനെ ഗുണകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ്. നമുക്കറിയാം, ഇന്ന് ഓരോ വാർത്തകൾ വരുമ്പോൾ ഒരു രോഗിയോട് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരാളോട് ഒരു നീതിപൂർവമായി പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദിനത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ ഓരോ ഡോക്ടർമാരും ഇവിടെ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയതാണ് ഡോക്ടർ സക്കറിയാണ്. നമുക്കറിയാം, ഒരു പനി വന്നാൽ അവരുടെ ഒരു ചിത്രം ഡോക്ടർക്ക് അറിയാം. അവരെങ്ങനെയുള്ളവരാണ്, അവർ ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിലുള്ളവരാണ്, അവർക്ക് ഏതൊക്കെ തരത്തിലാണ് കുറവുകൾ. ആ കുറവുകൾ പരിഹരിക്കാൻ വളരെ കൃത്യതയോടുകൂടി നടത്താൻ ഡോക്ടർമാർക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമായി നോക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ, കേരളത്തെ ഒക്കെ ഈ തരത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉടമയായത് ഇതുപോലുള്ള ഡോക്ടർമാരുടെ സേവനമാണ്. അത് ഇവരെല്ലാവരും മാത്രത്തിലേക്ക് കാണിച്ചിട്ടുണ്ട്, കരുതലോടുകൂടി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മദേഴ്സ് ഡേയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോൺഗ്രസ്സുകാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ലീല മേഡത്തിനെ ആദരിക്കാൻ കാണിച്ചതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഔദ്യോഗികമായിട്ട് വാർഡിലെ കൗൺസിലർ ഇവിടെ സാറിനെ ഭാരവാഹികൾ ഡോക്ടർ ലീല ജോർജാണ്ടി, എൻ്റെ വാർഡിൽ തന്നെ 41 വാർഡിൽ ഡോക്ടറെ ആദരിക്കാനായിട്ട് പ്രൊഫഷണൽ കോൺഗ്രസ് കണ്ട് നിശ്ചയിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. അതോടൊപ്പം ഡോക്ടർക്ക് എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് നടത്തുന്നു. എന്നോട് രവീഷ് ഇങ്ങനെയൊരു പ്രോഗ്രാമുണ്ട്, അപ്പം നമുക്ക് ഇന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ നമുക്ക് സീനിയർ ഗൈനക്കോളജിസ്റ്റിനെ നമുക്ക് ആദരിക്കണം. മദേഴ്സ് ഡേ പറഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് തോട്ട് എൻ്റെ മനസ്സിൽ ആദ്യം പറഞ്ഞത് മാഡത്തിൻ്റെ ഇല്ല. കാരണം എനിക്ക് മാഡത്തിൻ്റെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ അയ്യമ്മയുടെ ഒരു പ്രോഗ്രാമിൽ വന്ന കാഞ്ഞിരപ്പള്ളി അയ്യമ്മയുടെ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസിഡൻ്റ് ശേഷം കോട്ടയത്ത് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിമൻസ് വിങ് ഓഫ് IMA എന്ന് പറഞ്ഞൊരു IMAയിലൊരു ഘടകമുണ്ട്. അതിൻ്റെ ചെയർപേഴ്സണാണ് മാഡം, കോട്ടയം ചെയർപേഴ്സൺ. അതെ, അതുപോലെ മാഡത്തിൻ്റെ ഒരു ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ IMA മീറ്റിങ്ങിനൊക്കെ മാഡം അവിടെ എന്ന് വെച്ചാൽ ഈ ഡിസിപ്ലിൻ അത് ഭയങ്കര നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നതിനിടയ്ക്ക് ആരെങ്കിലും വർത്തമാനം പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ സീനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും, സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാൻ. അതുപോലെ ഒരു വ്യക്തിയാണ് മാഡത്തിന്. ഈ മദേഴ്സ് ഡേക്ക് എല്ലാ ആശംസകളും നല്ലൊരു അതായത് എന്നെ ഈ ദിവസം നിങ്ങൾ ആദരിക്കാൻ ചൂസ് ചെയ്ത് തന്നെ ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. അതിന് എത്രത്തോളം അർഹതയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സക്കറിയ സാറിനോട്
പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ വലിയൊരാളാണോ, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ തോന്നുന്നില്ല. ദൈവകൃപയിൽ നീങ്ങുന്നു, അതല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവം കാണിക്കുന്ന വഴിയിൽ നീങ്ങുന്നു. അബദ്ധങ്ങളൊന്നും പറ്റാതെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അത് ദൈവകൃപ മാത്രം. ഇത്രയും പേര് ഇവിടെ വന്ന് എന്നെ ആദരിക്കുന്നതിന് വന്നത്, കൂടി ചേർന്നത്, പ്രത്യേകിച്ച് എത്ര തിരക്കുള്ളവരെല്ലാം വന്നതിന് ഞാൻ ഏറ്റവും നന്ദിയുള്ളതായിരിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. അധികം ദീർഘിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു നല്ലൊരു ദിനത്തിൽ, മാതൃദിനത്തിൽ ഞങ്ങൾക്ക് ആദരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അംഗങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഞങ്ങൾക്കൊരവസരം തന്ന ലീല ഡോക്ടറിനെ ഇവിടെ കൂടിയിരിക്കുന്ന ഇവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. തൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും ഈ ഒരു അംഗീകാരം ഡോക്ടർക്ക് നൽകുന്നതിന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ സാറിനും, അതുപോലെ നമ്മുടെ വാർഡ് കൗൺസിലർ മോജേബ് സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന ഇവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനൊരു ചടങ്ങ്, നമ്മുടെ മാതൃദിനം സാധാരണ നമ്മളിങ്ങനെ പ്രൊഫഷണൽ കോൺഗ്രസ്സാർ ഇതുവരെ നമ്മൾ ആചരിച്ചിട്ടില്ല. പക്ഷേ കറക്റ്റ് ഒരു ദിവസം തന്നെ നമ്മൾ കണ്ടെത്തിയതിൽ ഒരു അവസരം ഉണ്ടാക്കി തരുന്ന പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ